കല്യാണം കഴിഞ്ഞ് 3-ാം നാള് തുടങ്ങിയതാ. ആദ്യം അമ്മായിയപ്പനാണ് ഈ സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞ് തുടങ്ങുന്നത്. അവരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ആശകളും എല്ലാം നശിച്ചു. പ്രതീക്ഷ രീതിയിലുള്ളതൊന്നും കിട്ടിയില്ല എന്നുള്ള രീതിയിലാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഒരു ആർമി ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിന്ന് വീണ്ടും കൊല്ലത്ത് ഒരു സ്ത്രീധന പീഡനം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സ്ത്രീധനം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ അവർ പ്രതീക്ഷിച്ചത്രയും സ്ത്രീധനം അവർക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ ഫാമിലിയിൽ നിന്ന് മൊത്തം ആക്രമണം നേരിടേണ്ടി വന്ന ഒരു പെൺകുട്ടി, ശാരീരികമായി ഒരുപാട് ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പെൺകുട്ടിക്ക് പറയാനുള്ളതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് കേൾക്കണം. ഇതൊക്കെ ഒരു പാഠമാണ്. ഒരു ആർമി ഉദ്യോഗസ്ഥൻ, അവൻ ആരാണെങ്കിലും അവൻ്റെ പേര് ഉൾപ്പെടെ വെളിപ്പെടുത്തണം. അവൻ്റെ അഡ്രസ്സ്, അവൻ്റെ പേരുൾപ്പെടെ വെളിപ്പെടുത്തണം. അവൻ്റെ ജോലി കളയണം. അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കാൻ ഇങ്ങനെയുള്ളവർക്കൊന്നും അർഹതയില്ല. മനസ്സിലായില്ലേ? നിരന്തരം കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും ചെറിയ ചെറിയ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പെരുപ്പിച്ച് കാണിച്ച് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് പതിവായിരുന്നു. 13-ാം ദിവസം എന്റെ അച്ഛനും അമ്മയും വീട്ടിൽ വിളിച്ചു വരുത്തി. മകള് ഭർത്താവിനെ അനുസരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു എന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ കുറ്റം. അപ്പൊ അതെന്താ കാരണമെന്ന് അന്വേഷിച്ച് എന്റെ അച്ഛനോട് പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ചാൽ, കല്യാണം കഴിഞ്ഞിട്ട് പൂമാല എടുത്തോണ്ട് കളയാൻ പറഞ്ഞിട്ട് കളഞ്ഞില്ല. പിന്നെ 2-ാമത്തെ കുറ്റം എന്ന് വെച്ചാൽ അലമാരി അടച്ച് കുറ്റിയിട്ടില്ല. 3-ാമത്തെ ബെഡ്ഷീറ്റ് വിരിച്ചപ്പോൾ ചുളിവ് മാറിയില്ല. അപ്പൊ എന്റെ അച്ഛൻ ഇത് കേട്ട് ഞെട്ടി. കാരണം ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു വലിയ കുറ്റമാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടുത്തെ കുറ്റം, ഞങ്ങൾക്ക് ഇതൊക്കെ വലിയ കുറ്റമാണെന്നാ പറഞ്ഞത്. ഞങ്ങളെ വീട്ടിലനുസരിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ ജീവിച്ചാൽ മതി, ആ ഒരു രീതിയിലാണ് സംസാരിച്ചത്. അന്ന് കുറെ എന്റെ അച്ഛനും അമ്മയെ അപമാനിച്ചാ വീട്ടിൽ ഇരുത്തി. പിന്നെ കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. എല്ലാ സ്ത്രീകളും ഇങ്ങനെ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് പിടിച്ചു നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കും, ഇത് ചെരുപ്പ് ഓക്കെ ആവും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത്. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും നമ്മുടെ വീട്ടുകാർ നമ്മളൊരു വിവാഹം വരെ നമ്മളെ എത്തിക്കുന്നത്. ആ ഒരു വിവാഹ ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഒരുപാട് പണം, ആ പണം കണ്ടെത്താനായിട്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടവരായിരിക്കും അവർ. പക്ഷേ ഈ പെൺകുട്ടിക്കാണെങ്കിൽ ജോലിയുണ്ട്, എന്നിട്ടും അവർക്ക് അതൊന്നും തികയില്ല. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടല്ലോ, ജയിലിനകത്ത് കിടക്കുന്നതായിരിക്കും വളരെ നല്ലത്. അവൻ്റെ പേരും അഡ്രസ്സും ഉൾപ്പെടെ പറയണമെന്നാണ് പറയുന്നത്. അവൻ്റെ പേരും അഡ്രസ്സും ഉൾപ്പെടെ പറയണം, അവൻ ആരാണെന്ന്. അവൻ്റെ ജോലി തെറിപ്പിക്കണം. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള നാറികൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ന്യായീകരണങ്ങൾ കിട്ടും ഒഴിവാക്കി വിടാൻ. നമ്മൾ പിടിച്ചു നിൽക്കും തോറും അവൻ്റെ ലക്ഷ്യം അവൻ സാധിക്കാൻ വേണ്ടി എന്തും ചെയ്തെന്ന് വരും. ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഇത്രയും രൂക്ഷമാകുന്നത് ഈ കഴിഞ്ഞ 11-ാം തീയതിയാണ്. 11-ാം തീയതി അല്ല, 10-ാം തീയതി. ഈ അടികൊണ്ട് ഹോസ്പിറ്റലിലാകുന്നതിന് തലേ ദിവസം മുതലാണ് തുടങ്ങുന്നത്. തലേ ദിവസം വൈകുന്നേരം ഞാൻ ക്ലിനിക്കിൽ പോയിട്ട് വന്ന് അന്നത്തെ ജോലികളെല്ലാം തീർത്തു വെച്ചു. പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള മീൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, കണവ മീൻ വൃത്തിയാക്കുമ്പോൾ അമ്മായിയപ്പൻ ആദ്യം എന്നോട് വന്ന് പറഞ്ഞത്, കണവ വൃത്തിയാക്കുമ്പോഴത്തേക്കും പിന്നെ വിച്ചാത്തി ഉപയോഗിക്കരുതെന്നാ പറഞ്ഞത്. അപ്പൊ ഞങ്ങള് വീട്ടിൽ ചെയ്ത് കണ്ടിട്ടുള്ള രീതിയിൽ ഞാൻ വിച്ചാത്തി വെച്ച് വൃത്തിയാക്കി. അപ്പൊ പുള്ളി പറഞ്ഞതനുസരിച്ചില്ല, ധിക്കരിച്ചു എന്നും പറഞ്ഞാണ് ആദ്യം പ്രശ്നം തുടങ്ങുന്നത്. അങ്ങനെ ഭർത്താവ് ഏറ്റുപിടിച്ചു. എന്നിട്ട് അന്ന് രാത്രി എന്നെ കുറെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്തു. നാണയില്ലാത്ത ഒരു പുരുഷൻ എന്നേ പറയാൻ പറ്റുള്ളൂ ഈ അമ്മായിയച്ഛനെ. എന്താന്ന്, അവനൊക്കെ അടുത്ത സ്ത്രീധനം, വലിയ സ്ത്രീധനം കിട്ടുന്ന ഒരു പെണ്ണ് വരണം, വീട്ടിൽ കയറി വരണം. അതിന് വേണ്ടിയിട്ട് അയാൾക്ക് കണവ മീൻ, നല്ല സ്ത്രീധനം കിട്ടിക്കഴിഞ്ഞാൽ കണവ മീൻ കത്തിയിട്ട് വെട്ടിയാലും കുഴപ്പമില്ലെന്നോ അവനൊന്നും. ഇവൻ്റെ ഒന്നും പേരൊന്നും മറച്ചു വെക്കാൻ പാടില്ല. ഇവനൊക്കെ പേര് ഉൾപ്പെടെ പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുക്കണം. ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ഈ കഥകൾ ഒരു അന്ത്യം ഉണ്ടാവണം. ശിക്ഷാ നടപടി കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ. അവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിലുണ്ടായ ആ മുറിപ്പാടുകളുടെ ഒരു തെളിവുണ്ടാവുമല്ലോ. ആരും സ്വന്തമായിട്ട് കയറി ഉപദ്രവിക്കത്തില്ലല്ലോ, ഒരു പരിധിയില്ലേ. അപ്പോൾ ഈ ഇടിച്ചതിൻ്റെയും ചതച്ചതിൻ്റെയൊക്കെ തെളിവ് വെച്ചിട്ട് അവനെ നല്ല രീതിയിൽ അവനെ ട്രാപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. വേറെ ഒരു തെളിവും ആവശ്യമില്ല. പിന്നെ എന്റെ കഴുത്തിൽ കിടന്ന മാലയോട്ട് കഴുത്ത് വെട്ടി വലിച്ചു പൊട്ടിക്കാനായിട്ട്. അവസാനം ഞാൻ കരഞ്ഞോണ്ട് പറഞ്ഞു ഞാൻ ദൂരത്തരാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി എന്നോട് പറഞ്ഞത്, പുള്ളിയുടെ അപ്പോഴത്തേക്കും പുള്ളിയുടെ മുഖഭാവം മാറി, ഒരു സന്തോഷം. പുള്ളി പറഞ്ഞു അതിൻ്റെതായ രീതിയുണ്ട്, ആളുകളൊക്കെ വിളിച്ചു വരുത്തി അതിൻ്റെതായ രീതിയിൽ അത് ചെയ്യാന്ന് പറഞ്ഞു. അതെ, അവൻ്റെ മുഖഭാവം മാറും. അവനടുത്ത് ഇത് ഉപേക്ഷിച്ചിട്ട് വേണമല്ലോ അടുത്ത ഏതെങ്കിലും പാവം പിടിച്ച പെണ്ണിനെ കയറി അതുപോലെ സ്ത്രീധനം ചോദിക്കത്തില്ല. ഇവന്മാരൊക്കെ എന്തുകൊണ്ട് സ്ത്രീധനം ചോദിക്കുന്നില്ലെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഈ സ്ത്രീധനം നിങ്ങൾ കണക്ക് ഊഹിച്ച് വെക്കരുത്. ഒരിടത്തുനിന്ന് ഇത്ര സ്ത്രീധനം കിട്ടുമെന്ന് ഊഹിക്കുന്നത് തന്നെയാണ് ഈ കുഴപ്പം. സ്ത്രീധനം നിങ്ങൾ ഇതിനേക്കാൾ സ്ത്രീധനം ചോദിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് പറയാനുള്ളൂ. അതാകുമ്പോൾ ഇന്നത് ചോദിച്ചു അത് തരാനില്ല എന്ന് പറഞ്ഞ് മടക്കിക്കൊണ്ട് പൊക്കോളും. പക്ഷേ ഇത്
ചോദിക്കത്തില്ല. നേരിട്ട് സ്ത്രീധന നിരോധന നിയമം ഉള്ളത് കൊണ്ട് ഇവന്മാരൊന്നും ചോദിക്കത്തില്ല. എന്നിട്ട് കുറഞ്ഞു കഴിയുമ്പോൾ പരിപാടി തുടങ്ങും. ഇതാണ് കുഴപ്പം. വിവാഹം ശേഷമാണ് പരിപാടി തുടങ്ങുന്നത്. പിന്നെ ഇതിലൊക്കെ എന്തർത്ഥമാണ് ഉള്ളത്? ഈ നിയമങ്ങൾ വന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത്? ഉറങ്ങിയില്ലെങ്കിൽ നിന്റെ വീട്ടിലുള്ള ആർക്കും ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും എന്ന് പറഞ്ഞ് ഫോണും വെച്ച് പുള്ളി ബെഡിലിരിക്കുക. അങ്ങനെ ഞാൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറാൻ താഴെ ഇറങ്ങി വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. പ്രശ്നങ്ങൾ നടന്നത് വെച്ചാൽ അമ്മായിയപ്പനെ തടഞ്ഞു നിർത്തുന്നത്. അമ്മായിയപ്പനെ തടഞ്ഞു നിർത്തിയിട്ട് പിന്നെ മകനെ കൊണ്ട് ഉപദ്രവിപ്പിക്കുകയാണ്. അത് പറയുന്നത് ഞങ്ങൾക്ക് നിന്നെ വേണ്ട, നീ ഇവിടുന്ന് ഇറങ്ങിക്കോ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഞാനും ഞെട്ടി നിൽക്കുക. ഇത് എന്താണെന്ന് അറിയാത്ത രീതി. അപ്പൊ അങ്ങനെ സംസാരം മുറുകി എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. ആദ്യം ഞാൻ ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോ അമ്മായിയും വേണം വന്ന് കഥവ് കിട്ടിയിട്ട് ഇവൾ അങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. അമ്മായിയപ്പം ബാഗുമായിട്ട് വെട്ടി വലിച്ച് കുറഞ്ഞ ബാഗും പൊട്ടി പുറത്തോട്ട് വലിച്ചിട്ട് അടിക്കുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത്. അപ്പൊ ഇയാൾ ഓടി വന്ന് ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം കർണത്തൊക്കെ ഇട്ട് അടിച്ചു കുറെ. അപ്പൊ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, തലേ ദിവസം പുള്ളിയോട് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ പ്രഗ്നന്റ് ആണ് എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു പിന്നെ ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. എടാ നാണം കെട്ടവനെ, നിനക്ക് സ്ത്രീധനം കറക്റ്റായിട്ട് കിട്ടിയില്ല. നിനക്ക് ആ പെണ്ണിനെ ഉപേക്ഷിക്കണം എന്നുള്ള ഒരു ചിന്താഗതി നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ പിന്നെ അവളുടെ ശരീരത്തിൽ നീ തൊട്ടത് എന്തിനാടാ? അതാണ് നിൻ്റെ നട്ടെല്ലില്ലായ്മ എന്ന് പറഞ്ഞാൽ. നീ ജയിലിടിഞ്ഞാൽ നീ പുറത്തിറങ്ങരുത്, അതിൽ നീ കുടുങ്ങണം. ആ പെൺകുട്ടി എന്തായാലും മുന്നോട്ട് വന്ന സ്ഥിതിക്ക് ഇതൊക്കെ നിയമവ്യവസ്ഥ, ഇതൊക്കെ കാണണം. നിയമം ഒരിക്കലും അവനെ വെറുതെ വിടരുത്. ഒരു നല്ലൊരു സ്ഥാനത്തിരിക്കുന്നവനാണെന്ന് ഓർക്കണം. ആ ഒരു സ്ഥാനത്തിൻ്റെ റെസ്പെക്റ്റ് ഇവൻ കളഞ്ഞു കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനൊക്കെ നടപടി വേണം. ഇവന് സ്ത്രീധനം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവൻ എന്തിന് ആ സ്ത്രീയുടെ ശരീരത്തിൽ തൊട്ടു? അങ്ങനെ കൂട്ടമായിട്ടൊരു ഉപദ്രവം വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഉപദ്രവിക്കരുത്, പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോ അമ്മായിയമ്മ പറഞ്ഞത് എന്റെ മകന്റെ കുഞ്ഞല്ല, ഇത് വേറെ ആരോ പിടിച്ചുണ്ടാക്കിയാണെന്നാണ് എന്നോട് പറഞ്ഞത്. ചവിട്ടി കലക്കാൻ മകനോട് പറഞ്ഞു. അമ്മ പറഞ്ഞ ഇല്ല അനുസരിക്കുന്ന മകൻ ഓരോ നിന്റെ വയറ്റത്തിട്ട് ചവിട്ടും തന്നു. പിന്നെ അങ്ങോട്ട് അടിയായിരുന്നു. കഴുത്തിൽ ഞെക്കിപ്പിടിച്ച് ശ്വാസം കിട്ടാതെ വന്നപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയത് പുള്ളിയുടെ കൈ. അത് പിടിച്ചു വെച്ച് ഞാൻ കടിച്ചപ്പോഴാണ് പുള്ളി കൈ വിട്ടത്. ഓരോ ദിവസം ചെല്ലുമ്പോഴും സമൂഹത്തിൻ്റെ ആ ഒരു അവസ്ഥയാണ് നമ്മൾ ആലോചിക്കുന്നത്. നമുക്കും പെൺകുട്ടികളൊക്കെ ഉള്ളതാണ്. ഇതുപോലെ ഏതെങ്കിലും ചെറ്റകളുടെ കയ്യിലാണ് ചെന്ന് ആലോചിക്കാൻ പോലും വയ്യ. അതുകൊണ്ട് ഇതിനൊക്കെ നടപടികൾ വേണം. ഓരോ സ്ത്രീകളും ഇതിനെതിരെ പറയേണ്ടതാണ്. അല്ലാതെ നമ്മളും കൂടി ജീവിക്കേണ്ട സമൂഹമാണ്. നമുക്ക് അനുഭവത്തിൽ വരുമ്പോഴല്ല പ്രതികരിക്കേണ്ടത്. തീർച്ചയായിട്ടും ഇതിന് സമൂഹത്തിൽ എല്ലാവർക്കും പ്രതികരിക്കാൻ അവകാശമുണ്ട്. നമ്മളെപ്പോലെ ഒരു സ്ത്രീയാണ് അവരും, മനസ്സിലായില്ലേ? നമ്മളെപ്പോലെ ഒരു സ്ത്രീയാണ് അവരും. അതുകൊണ്ട് ആർക്കും നമുക്ക് പറയാനുള്ള അവകാശമുണ്ട്. അതിന് തീർച്ചയായിട്ടും നടപടി ഉണ്ടാവുകയും വേണം. നിയമവ്യവസ്ഥ ഒരിക്കലും ഇവനൊക്കെ പൈസ കൊടുത്ത് ചിലപ്പോൾ അതൊക്കെ തേച്ച് മാച്ച് കളയാൻ ശ്രമിക്കും. നടക്കരുത് എന്നുള്ള ഒരിതാണ്. അല്ലെങ്കിൽ വീണ്ടും ആവർത്തിക്കുന്ന സമൂഹം നശിച്ചു പോകും. പിന്നെ തറയിലിട്ട് ചവിട്ടി കൂട്ടി കഴുത്തിനൊക്കെ പിടിച്ച് ഞെക്കി തറയിലിട്ട് തലയിടിപ്പിച്ച് തലയൊക്കെ മുഴച്ച് നിൽക്കായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുമ്പോഴത്തേക്കും. അപ്പൊ ഈ പ്രഗ്നന്റ് ആയ അവസ്ഥയിൽ ഇരിക്കുന്നതുകൊണ്ട് പെയിൻ കില്ലറും കാര്യങ്ങളും അങ്ങനെ അധികം ഒന്നും എടുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. എക്സ്റേ എടുത്ത് നോക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. കൈക്കൊക്കെ ചതവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ലായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി ഈ പറഞ്ഞ തെളിവുകൾ, ശരീരത്തിൽ മുറിവുണ്ടായിട്ടുണ്ട്, വയറിൽ ചവിട്ട് കിട്ടിയിട്ടുണ്ട്, ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്, അവരുടെ ശരീരത്തിലുണ്ടായ മുറിപാടുകൾ വെച്ച് അതൊരു തെളിവാണ്, വലിയ തെളിവാണ്. പിന്നെ അവൻ എങ്ങനെ ഊരിപ്പോകുന്നതാണ്? നിയമവ്യവസ്ഥ കറക്റ്റായിട്ട് പോവാന്നുണ്ടെങ്കിൽ അവൻ ഊരിപ്പോരത്തില്ല. അവനും അവൻ്റെ ഫാമിലിയും ഊരിപ്പോരത്തില്ല. നിയമവ്യവസ്ഥ കറക്റ്റായിട്ട് പോവണം. പക്ഷേ പേടി ഉണ്ടാവണം. ഒരു സ്ത്രീയെ കൈയെടുത്ത് അടിക്കാനായിട്ട് കൈ പൊക്കുമ്പോൾ അവന് പേടി ഉണ്ടാവണം. ഇതിനുള്ള ശിക്ഷ എന്തായാലും നിനക്ക് ഊരിപ്പോവാൻ പറ്റത്തില്ല, എനിക്ക് ഊരിപ്പോരാൻ സാധിക്കില്ല എന്നുള്ളൊരു പേടി ഉണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യത്തില്ല. ഇതൊക്കെ ധാർഷ്ട്യം. അവൻ്റെ ആ സ്ഥാനം വെച്ച് അവനതൊക്കെ ഊരിപ്പോരാന്നുള്ളൊരു വിശ്വാസം അവനുണ്ട്. അതുകൊണ്ടാണ് അവൻ്റെ ഫാമിലി ഇത്രയും അതിക്രമങ്ങൾ ആ പെൺകുട്ടിയോട് ചെയ്തത്. വയറിലൊക്കെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിത്ത് പ്രൂഫ് മെഡിക്കൽ ബോർഡിൽ നിന്ന് എഴുതി തന്നിട്ടുള്ള എല്ലാ രേഖകളും ഉണ്ടാവുമല്ലോ. അവനെ പൂട്ടണം. എന്നെ തറയിലിട്ടിരിക്കുമ്പോഴാണ് അമ്മൂമ്മ വീണ് കിടക്കുന്നത്. അപ്പൊ എന്നെ അവിടുന്ന് കൊണ്ട് ഭിത്തിയിലിടിപ്പിച്ച് ജനലിലിടിപ്പിച്ച് സോഫയിൽ കൊണ്ടുവെടുത്തിട്ട് അവിടുന്ന് ഉരുട്ടി തറയിലിട്ട് ഇടിച്ച് ഞാൻ വീണ് കിടക്കുമ്പോ അമ്മൂമ്മ കിടക്കുന്നതാ കാണുന്നത്. അപ്പൊ അതിനിടയ്ക്ക് ഈ അച്ഛൻ എന്ന് പറഞ്ഞ ആള് അയലത്തുകാരെ വിളിച്ചു കൂട്ടാൻ ഇവളെ ഞങ്ങളുടെ അമ്മൂമ്മയെ മറിച്ചിട്ടെന്നും പറഞ്ഞ് കഥവ് തുറന്ന് പുറത്തോട്ടിറങ്ങുന്ന ആ ഗ്യാപ്പിലാണ് ഞാൻ എഴുന്നേറ്റ് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നത്. ഇത്രയും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയ ഒരു ഉദ്യോഗസ്ഥൻ നിൽക്കുമ്പോൾ അവൻ്റെ ഫാമിലിയാണ് ഈ പെൺകുട്ടി കയറി ഉപദ്രവിച്ചിട്ടുള്ളത് എന്ന് വരുത്തി തീർക്കാനാണ് ഇവനൊക്കെ ശ്രമിക്കുന്നത്. അതാണ് നട്ടലില്ലായ്മ എന്ന് പറയുന്നത്.
അല്ലെങ്കിൽ എന്നെ പുറത്തിറക്കത്തില്ല, പറയുന്നത് ഇവളുടെ ശവമേ ഇവളുടെ വീട്ടുകാർക്ക് കൊടുക്കാവുള്ളെന്നാ ഭർത്താവ് പറയുന്നത്. അപ്പൊ എന്നിട്ട് ഇറങ്ങാൻ നേരത്തിന്റെ മുതുകത്തിന്റെ തേങ്ങ വീഴുന്ന പോലൊക്കെ ഇട്ട് അടിച്ച് എന്നെ കൊന്നില്ലെന്നേ ഉള്ളു സത്യം. അപ്പൊ ഇറങ്ങുന്ന നേരത്ത് അമ്മായിയമ്മ പറഞ്ഞതാണ്, നീ പോയ എന്റെ മോന് വേറെ നല്ല പെണ്ണ് വരുവടിയും. അപ്പൊ അവരുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ മകനെ കൊണ്ട് വേറെ കൂടുതൽ സ്ത്രീധനം മേടിച്ചു പോകാൻ നല്ലൊരു പെണ്ണിനെ കെട്ടിക്കുക എന്നുള്ളതായിരിക്കും. അതിനുവേണ്ടി എന്ന് വെച്ചാൽ ഞാൻ മാക്സിമം എന്നെ പോലെ ഒരു പെണ്ണ് സഹിച്ചു നിൽക്കത്തില്ല, മാക്സിമം പിടിച്ചു നിന്നപ്പോഴത്തേക്കും പുകച്ച് പുറത്ത് ചാടിക്കുക എന്നുള്ളൊരു രീതിയായിരുന്നു. എന്തായാലും ഈ പെൺകുട്ടി ഇത്രയെങ്കിലും പുറത്ത് പറയാൻ കാണിച്ച ഒരു തന്നെ അത്രയും നല്ലത്. ഒരു ജോലിയുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവർ മാക്സിമം ശ്രമിച്ചു, കുത്തുവാക്കുകൾ കൊണ്ടും ചെറിയ ചെറിയ ഉപദ്രവങ്ങൾ കൊണ്ടും ഓടിച്ചു വിടാൻ മാക്സിമം ശ്രമിച്ചു. പക്ഷേ ഈ പെൺകുട്ടി വീണ്ടും പിടിച്ചു നിന്നു എന്നിട്ട് പ്രഗ്നൻറ്റും ആയി. അപ്പോഴാണ് അവരുടെ ക്ഷമ അങ്ങ് പോയത് കേട്ടോ. പിന്നെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ലല്ലോ. അവൻ എന്തിനത്രയ്ക്ക് ചുണയുള്ളവനാണെങ്കിൽ എന്തിനാ പെൺകുട്ടിയുടെ ശരീരത്ത് തൊട്ടു അവൻ. അപ്പോൾ പിന്നെ അത് കലക്കി വിടാൻ വേണ്ടിയിട്ട് വയറിൽ ചവിട്ടി അവളെ ഇത്രയും അങ്ങ് ഉപദ്രവിച്ച് അപ്പോഴല്ലേ അത് അബോർഷനായി പോവുള്ളൂ. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ശ്രമിച്ചത്. ഇവർ അറിയാത്തതൊന്നും അല്ലല്ലോ, എല്ലാം അറിയാവുന്നവർ തന്നെ. ഒന്നുമല്ലെങ്കിൽ ഒരു പ്രസവിച്ച സ്ത്രീയാണല്ലോ, ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിൽ ഇതുപോലെ ശാരീരിക ഉപദ്രവം ഉണ്ടായാൽ അബോർഷനായി പോകുന്നവർക്ക് നന്നായിട്ട് അറിയാം. കുഞ്ഞായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു പെണ്ണിനെ കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ. ഗംഭീര സ്ത്രീധനം വാങ്ങിച്ച് വേറൊരു പെൺകുട്ടി അവിടെ വരാൻ പറ്റില്ല. അവിടെ വേറൊരു പെൺകുട്ടി വരരുത്. അതുകൊണ്ട് അവരുടെ പേര് അഡ്രസ്സ് ഉൾപ്പെടെ പറയണം നമ്മൾ. ഇനിയും ഇതുപോലുള്ളതൊക്കെ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇവന്മാർക്കൊക്കെ കറക്റ്റ് നല്ല ശിക്ഷ കൊടുക്കണം. എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഇത് സംഭവിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഉയർന്ന സ്ഥാനങ്ങളിലിരിക്കുന്നവരൊക്കെ ഇതിനൊക്കെ സംരക്ഷണം നൽകേണ്ടവർ തന്നെ ഇതിങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥ ആലോചിക്കണം. പാവപ്പെട്ടവരുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ? ലജ്ജ തോന്നുന്നു.